നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം സർ. നമസ്കാരം സർ. ഏറെ നാളായിട്ട് നമ്മുടെ മുഖ്യമന്ത്രിയെ കാണുവാനില്ല. സുരേഷ് ഗോപിയെ കാണുവാനില്ല എന്ന് പറഞ്ഞ് ഈ ഇടയ്ക്ക് വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്കറിയാം, അമേരിക്കയിൽ അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്ക് ശേഷം നാട്ടിലെത്തിയതിന് ശേഷം നിരവധി പ്രശ്നങ്ങളുണ്ടായി. കോട്ടയം മെഡിക്കൽ കോളേജ്, ഡോക്ടർ ഹാരിസ്, ഇപ്പോൾ വോട്ടിൻ്റെ പ്രശ്നങ്ങൾ, ഇത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങളിനിടയിലും വലിയ തൃശ്ശൂരിലും വോട്ട് തട്ടിപ്പുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങൾ വരുമ്പോൾ ഒരു പക്ഷേ CPM അല്ലെങ്കിൽ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം പ്രതികരിക്കേണ്ടുന്ന സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിനെ കാണുവാനില്ല. എന്തായിരിക്കും കാരണം? അദ്ദേഹത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു അദ്ദേഹം സക്സസ്ഫുള്ളായിട്ട് തിരിച്ചു വന്നു എന്നാണ് അറിഞ്ഞത്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു ആശങ്ക എല്ലാവരുടെ ഇടയിലുമുണ്ട്. പഴയ പോലെ സജീവമായി കാണുന്നില്ല. എന്നാൽ ഈയിടെ കനകക്കുന്നിലെ ഒരു ആദിവാസി പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്തതായിട്ട് ഞാൻ അറിഞ്ഞു. പിന്നെ ആരോഗ്യവകുപ്പിൻ്റെ ഒരു പരിപാടിയിലും പങ്കെടുത്തതായിട്ട് അറിഞ്ഞു. പക്ഷേ കൂടുതൽ സജീവമായി അദ്ദേഹം പങ്കെടുക്കുന്നില്ല എന്നുള്ളത് പലരും ശ്രദ്ധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ വളരെ സജീവമായി കേരള രാഷ്ട്രീയത്തിൽ ഒരുപാട് വിഷയങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ വിഷയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ വരുന്നുണ്ട്. ഉദാഹരണമായിട്ട് വിഭജന ഭീതി ദിനം സംബന്ധിച്ച് ഗവർണറുമായിട്ടൊക്കെയുള്ള ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ അദ്ദേഹം വളരെ ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ആരോഗ്യരംഗം തകർക്കാനായിട്ട് സ്വകാര്യ മേഖല ശ്രമിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ സുരേഷ് ഗോപി വിഷയത്തിലും അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ വന്നിട്ടുള്ളതല്ലാതെ അദ്ദേഹത്തിൻ്റെ ഒരു വാർത്താ സമ്മേളനമോ അല്ലെങ്കിൽ വാർത്താ സമ്മേളനം അദ്ദേഹം കുറവാണ് നടത്താറ്. എങ്കിലും അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു പരിപാടിയിൽ അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ സജീവമായിട്ട് പറയേണ്ടതാണ്. ഒരുപക്ഷെ ഇന്ത്യ സഖ്യം ഏറ്റവും അധികം മുന്നോട്ട് വെക്കുന്ന ഒരു വിഷയമാണ് വോട്ട് തട്ടിപ്പ്, അല്ലെ വോട്ട് ബാങ്കിന്റെ ഒരു പ്രശ്നം. രാഹുൽ ഗാന്ധി ഇട്ട ഒരു വോട്ട് ബോംബ് തന്നെ പറയാം. അപ്പൊ ഈ ഒരു കാര്യത്തിൽ ഏറ്റവും കൂടി ശക്തമായിട്ട് എതിർക്കേണ്ടത് നമ്മുടെ മുഖ്യമന്ത്രിയാണ്. പക്ഷേ അല്ലെ, ഈ വോട്ട് വിഷയം രാഹുൽ ഗാന്ധി ഇന്ത്യ മുട്ടക്ക് അണുബോംബ് പൊട്ടിക്കാൻ ഇട്ടതെങ്കിലും അത് കേരളത്തിൽ മാത്രമേ പൊട്ടുന്നുള്ളൂ എന്നുള്ളതാണ് രസം. പിന്നെ ഡൽഹിയുടെ പ്രദേശങ്ങളിൽ ഈ ജാഥ നടത്തുമ്പോൾ രാഹുൽ ഗാന്ധിയോ മറ്റ് MP മാരോ ജാഥ നടത്തുമ്പോൾ മാത്രമേ ഇവിടെ അനക്കമുള്ളൂ. മറ്റൊരിടത്തും ഇത് പൊട്ടുന്നില്ല. പക്ഷേ ഭയങ്കരമായിട്ട് പൊട്ടുന്നത് കേരളത്തിലാണ്. പ്രത്യേകിച്ച് തൃശ്ശൂർ 75,000 വോട്ടിന് ജയിച്ച സുരേഷ് ഗോപി കള്ളം കാണിച്ചു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ 75,000 വോട്ട് കള്ളം കാണിക്കണമെങ്കിൽ കാക്ക മലർന്ന് പറക്കണ്ടേന്നാണ് പലരും ചോദിക്കുന്നത്. അപ്പോൾ 5,000 വോട്ട് അല്ലെങ്കിൽ 500 വോട്ട് വേണമെങ്കിൽ അങ്ങേയറ്റം 5,000 വോട്ടെന്ന് വേണമെങ്കിൽ പറയാം. അതിലപ്പുറമൊക്കെ എങ്ങനെ കള്ളം കാണിക്കാൻ പറ്റും? കള്ളത്തിൻ്റെ വിദഗ്ധരായ കമ്മ്യൂണിസ്റ്റുകാർക്ക് പോലും അത്ര കള്ളത്തരം കാണിക്കാൻ പറ്റിയിട്ടില്ല എന്നൊക്കെ ഇപ്പോൾ നാട്ടിൽ പാട്ടാണ്. അപ്പം ആ വിഷയത്തിൽ പോലും മുഖ്യമന്ത്രിയുടെ ഒരു പ്രതികരണം നമ്മൾ കണ്ടില്ല. അപ്പോൾ ഇത് നമുക്ക് പല കാര്യങ്ങളും ഇതിൽ ചർച്ച ചെയ്യേണ്ട. ഒന്ന്, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയിൽ എന്തെങ്കിലും പ്രശ്നമാണോ? രണ്ടാമത്, ഇടയ്ക്ക് ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി ഗോവിന്ദ മാസ്റ്റർ മാധവ് പൊതുവാൾ എന്ന ജോത്സിനെ കാണാൻ പോയത് വലിയ വിവാദങ്ങൾക്ക് വഴിതെളിച്ചു. നമുക്കറിയാം, AKG സെന്ററിൻ്റെ പാലുകാച്ചൽ ചടങ്ങ് കൃത്യമായിട്ട് സമയമൊക്കെ കുറിച്ചാണ് നടത്തിയതെന്നും ജോത്സിനെ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. ഇതിനിടയ്ക്ക് മുഖ്യമന്ത്രിയുടെ മകളും ഭാര്യയും ഒരു ക്ഷേത്രത്തിൽ പോയ വീഡിയോ സഹിതം വലിയ രീതിയിൽ വിവാദം ഉയർത്തിയിരുന്നു. കാരണം നമ്മളത് പറയുന്നത് ഇപ്പോൾ ഈശ്വരവിശ്വാസം എന്ന് പറയുന്നത് അത് വലിയ തെറ്റാണെന്നൊന്നുമല്ല. പക്ഷേ CPM പാർട്ടിക്ക്, പ്രത്യേകിച്ച് നമ്മുടെ മുഖ്യമന്ത്രിക്ക് അല്ലെങ്കിൽ അത് പാർട്ടിയിൽ വിശ്വസിക്കുന്ന, അതായത് പാർട്ടിയുമായിട്ട് ചേർന്ന് നിൽക്കുന്നവർക്ക് ഒരു നിരീശ്വരവാദപരമായിട്ടുള്ള കാര്യത്തിലേക്കാണ് അവരെപ്പോഴും പോകുന്നത്. പക്ഷേ ഇവരായിരിക്കും ഏറ്റവും കൂടുതൽ വിശ്വാസികൾ. അത് വേറെ പോട്ടെ. ക്ലിഫ് ഹൗസിലെ പശുത്തൊഴുത്തിനെ കുറിച്ചും അങ്ങനെ പറയുന്നുണ്ട്. രാവിലെ പശുവിൻ്റെ പിൻഭാഗം കണ്ടുകൊണ്ട് എണീറ്റാൽ ആ ദിവസം നല്ലതായിരിക്കുമെന്ന് പലരും പറയാറുണ്ട്. അപ്പോൾ അതിനാണ് പശുത്തൊഴുത്തെന്നും ഒരു കിംവദന്തിയുണ്ട്. അതെ, ഏതായാലും ജോത്സിന്റെ വിഷയം ഇപ്പോൾ പൊതുവാൾ തന്നെ വന്ന് പറഞ്ഞത്, ഞാനും ഗോവിന്ദ മാസ്റ്ററും ഏറെ കാലമായിട്ടുള്ള നല്ല സുഹൃത്ത് ബന്ധത്തിന്റെ പുറത്ത് അദ്ദേഹത്തിന്റെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കണ്ടുകൊണ്ടും ഫാമിലിയായിട്ട് കാണാൻ വന്നു. പക്ഷെ അത് അത്രമാത്രമൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ശാരീരിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് മാനസിക ബുദ്ധിമുട്ടുള്ളൊന്നുമില്ല. അപ്പോൾ നോക്കി കവടി അല്ല, ഈ മാധവ പൊതുവാൾ ഒരു ചില്ലറക്കാരനല്ല, അതറിയാലോ. നരേന്ദ്രമോദി ഉൾപ്പെടെ അമിത്ഷാ ഉൾപ്പെടെ നിരവധി പ്രമുഖരുമായിട്ട് വലിയ സൗഹൃദവും അവരുടെ കാര്യങ്ങളൊക്കെ നിർണ്ണയിക്കുന്നത്. ഇപ്പം എനിക്കൊന്ന് മോദിക്ക് ചക്രവർത്തി യോഗം ഉണ്ടെന്ന് വരെ പ്രവചിച്ച ജോത്സ്യനാണ്. അപ്പൊ ചില്ലറക്കാരനല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ CPM പാർട്ടി ജോത്സ്യനെ കണ്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പലരും ഇലക്ഷന് മുമ്പ് തേങ്ങ ഉടക്കുക, ഗണപതിക്ക് തേങ്ങ ഉടക്കുക നമ്മൾ
ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഭക്തന്മാർ ഒത്തിരി അവിടെ ഉണ്ട്. അപ്പം ഞാനിപ്പോൾ കപട ഭക്തരാണോ എന്നുള്ളതാണ് സംശയം. ജോത്സ്യൻ്റെ കാര്യം വന്നപ്പം ഇതിപ്പോൾ ഇടയ്ക്ക് 1-2 കമൻറ്റുകൾ സോഷ്യൽ മീഡിയയിൽ കണ്ടു. പിണറായി വിജയൻ എന്തായാലും മൗനത്തിലാണ്, മിണ്ടാതിരിക്കുന്നു, പുറത്തേക്ക് വരുന്നില്ല. ഇനി അതിൽ ഒരു പക്ഷേ ഇനി ഒരു മന്ത്രിസഭയിൽ ഒരു പുതിയ എന്തെങ്കിലും വഴിത്തിരിവിലേക്ക് പോവാണോ, ഇനി ഗോവിന്ദൻ മാസ്റ്റർക്ക് അടുത്തൊരു മുഖ്യമന്ത്രി പദവി അല്ലെങ്കിൽ അതിനോട് ചേർന്നുള്ള ഉപമുഖ്യമന്ത്രി പദവി, കാരണം അദ്ദേഹത്തിന് വയ്യായിക കൊണ്ട് അങ്ങനെ കാണാൻ ജോത്സ്യനെ കാണാൻ പോയതെന്ന് ഞാൻ പറഞ്ഞതല്ല. കുറേ നാളായിട്ട് ഈ മുഖ്യമന്ത്രിയുടെ 3-ാം ഊഴത്തിനെ കുറിച്ചൊരു കിംവദന്തിയുണ്ട്. അതായത് മുഖ്യമന്ത്രി ഇനി 3-ാം ഊഴം വന്നാൽ പോലും ആ തുടക്കത്തിൽ അവിടെ ഇരുന്നിട്ട് പിന്നീട് ആർക്കെങ്കിലും സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കും. അത് മരുമകനാണെന്ന് ഒരുപാട് പേര് പറയാറുണ്ട്. ഇല്ല, അതിനു മുമ്പ് ഒരാൾ ഗണിക്കാൻ പോയിട്ടുണ്ട്. അതെ, അത് മരുമകനിൽ നിന്ന് തനിക്ക് വരുമോ എന്ന് ഗണിക്കാൻ പോയതാണോ എന്ന് നമുക്കറിയില്ല. എന്തായാലും പിന്നെ മുഖ്യമന്ത്രി 3-ാം ഊഴം പൂർത്തിയായിട്ട് അദ്ദേഹത്തിന് കൊണ്ടുപോകണം താല്പര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അപ്പോഴേക്കും അദ്ദേഹം എല്ലാ റെക്കോർഡുകളും ഭേദിക്കും. ഏറ്റവും കൂടുതൽ കാലം ചീഫ് മിനിസ്റ്റർ ആയിരുന്നതിൻ്റെ സകല റെക്കോർഡുകൾ ഇപ്പോൾ തന്നെ ഒരുവിധം എല്ലാം ഭേദിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി അടുത്ത കാലത്തെങ്ങും ആർക്കും ഭേദിക്കാൻ പറ്റാത്തൊരു റെക്കോർഡായിരിക്കും 3-ാം ഊഴം തുടക്കമിട്ടാൽ. അപ്പോൾ 3-ാം ഊഴത്തിൻ്റെ ഒരു ആദ്യ പാദത്തിൽ തന്നെ അദ്ദേഹം റിട്ടയർമെൻറ്റോ ലാൽസാമോ പറയാൻ ചാൻസ് ഉണ്ട്. പിന്നെ വിശ്രമ ജീവിതത്തിലേക്ക് പോകാൻ ചാൻസ് ഉണ്ടെന്നൊക്കെയാണ് പലരും പറയാറ്. ഒരു ഭാഗം നമുക്ക് അങ്ങനെ പറയാം. മറുഭാഗത്തിലേക്ക് വരുമ്പോൾ രാഷ്ട്രീയ ഭിന്നത അതിനകത്ത് കാണുന്നു. CPM CPIക്കകത്ത് അവരുടെ ഇടയിൽ തന്നെ കുറച്ച് ഭിന്നതകൾ വരുന്നുണ്ട്. CPM-നകത്ത് ഭയങ്കര ഭിന്നതകൾ ഇപ്പൊ വന്നുകൊണ്ടിരിക്കും. അത് അൻവർ അത് മുതലെടുക്കാനായിട്ടൊന്ന് ശ്രമിച്ചതാണല്ലോ മുമ്പ്. അൻവർ പാർട്ടിയെ പുലർത്തിക്കൊണ്ടുവരുമെന്നാണ് ഇലക്ഷൻ പാർട്ടി കോൺഗ്രസിന്റെ മുമ്പായിട്ട് നമ്മൾ കേട്ട വാർത്ത. അല്ല, ഈ ഇടയ്ക്ക് CPI ഘടകകക്ഷിയായിട്ട് നിൽക്കണോ അല്ലെങ്കിൽ CPI-CPM-ആയിട്ട് ചേർന്ന് പോകണോ എന്നുള്ള തരത്തിൽ വരെ ചർച്ചകൾ വന്നിട്ടുണ്ട്. പക്ഷെ അത് ഏത് തരത്തിലേക്ക് പോകുമെന്നുള്ളത് അറിയില്ല. CPI ഇനി മറുകണ്ഠം ചാടി കോൺഗ്രസിലോട്ട് ഉടനെ പോകാൻ വഴിയില്ല. കാരണം ഈ CPI-യുടെയൊക്കെ തീരുമാനങ്ങൾ ഒരു കമ്മിറ്റി എടുക്കുന്ന തീരുമാനങ്ങളല്ല. അവരുടെ പാർട്ടി കോൺഗ്രസ്, പാർട്ടി സമ്മേളനങ്ങളൊക്കെ എടുക്കുന്ന തീരുമാനങ്ങളെ അടിസ്ഥാനമാക്കിയാണ് അവരുടെ പ്രവർത്തനങ്ങൾ പോകുന്നത്. അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഒപ്പം നിൽക്കുക എന്നുള്ള തീരുമാനം മാറണമെങ്കിൽ അത്തരത്തിൽ അഖിലേന്ത്യാ തലത്തിലൊരു സമ്മേളനത്തിലൂടെ തീരുമാനിക്കപ്പെടേണ്ടതാണ്. അങ്ങനെ തീരുമാനിച്ചൊക്കെ വരേണ്ടതാണ്. അപ്പോൾ അതിപ്പം പെട്ടെന്നുണ്ടാകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എങ്കിലും പിന്നെ അണികൾ ഒരുപാട് പേര് അസംതൃപ്തരാണ്. താങ്കൾ പറഞ്ഞത് കറക്റ്റാണ്. അണികൾക്ക് പഴയ കോൺഗ്രസ്സിലാവണം ഒരുപാട് നോട്ടമുണ്ട്. കാരണം CPIക്ക് 2 മുഖ്യമന്ത്രിമാരെ നൽകിയത് കോൺഗ്രസ്സാണ്. ഒന്ന് അച്യുതമേനോൻ, അത് കഴിഞ്ഞിട്ട് PKV അത് ഇട്ട് എറിഞ്ഞാണ്, അതായത് കോൺഗ്രസ് കൊടുത്ത ഒരു മുഖ്യമന്ത്രി പദം ഇട്ടെറിഞ്ഞാണ് 1979 അദ്ദേഹം തിരിച്ചു വന്നത്. തിരിച്ച് ഇടതുമുന്നണി ഐക്യം എന്ന് പറഞ്ഞു വന്നത്. പക്ഷേ 80 വന്ന മന്ത്രിസഭയിൽ PKVയെ മുഖ്യമന്ത്രിയാക്കിയില്ല എന്നുള്ളത് ഖേദകരമായ ഒരു സത്യമാണെന്നുള്ളത് CPIക്കാർക്ക് ഇപ്പോഴും വിഷമമുണ്ട്. ഒരു മര്യാദയുടെ പേരിലെങ്കിലും അവിടെ ഇരുന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഒരാൾ തിരിച്ചു വന്ന് ഇടതുപക്ഷ ഐക്യം എന്ന് പറഞ്ഞ് വലിയൊരു ത്യാഗം ചെയ്തപ്പോൾ ആ ഒരു ടൈമിലെങ്കിലും അല്ലെങ്കിൽ ആദ്യ പാദത്തിലെങ്കിലും അദ്ദേഹത്തിനൊരു ചാൻസ് കൊടുത്തില്ലല്ലോ. അദ്ദേഹത്തിന് കൊടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ മന്ത്രിസഭ നീണ്ടുപോയേനെ എന്നും പറയുന്നുണ്ട്. കാരണം 1980 മന്ത്രിസഭ 2 വർഷം നിൽക്കുന്നതിന് മുമ്പേ പിന്നെ പൊളിഞ്ഞുപോയി. അതിൽ കോൺഗ്രസ്സുകാരായിട്ട് പിന്നെ AK ആൻ്റണിയും ഉമ്മൻചാണ്ടിയും ആര്യാടൻ മുഹമ്മദും ഒക്കെ ഉണ്ടായിരുന്ന KM മാണി അടക്കം ഉണ്ടായിരുന്ന മന്ത്രിസഭ തകർന്നു പോവുകയാണ് ചെയ്തത്. അത് അവരെല്ലാം പിന്മാറി തിരിച്ച് UDF-ലേക്ക് വരികയാണ് ചെയ്തത് 82-ഓടുകൂടി. അപ്പോൾ അത് ഒരുപക്ഷെ PKV ആയിരുന്നെങ്കിൽ അത് കുറച്ച് നാൾ നിന്നേനെ ആ മന്ത്രിസഭ എന്ന് പലർക്കും അഭിപ്രായം ഉണ്ടായിരുന്നു. കാരണം കോൺഗ്രസ്സുകാർ കുറച്ചുകൂടെ നയത്തിൽ പോകാൻ PKVക്ക് കഴിഞ്ഞേനെ. PKV ചിലപ്പോൾ ആ 80 മന്ത്രിസഭ കുറേ നാളും കൂടെ നീട്ടിക്കൊണ്ടു പോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞേനെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ CPM-നകത്തും ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പാർട്ടി ലൈനിനെ കുറിച്ച് ഒരുപാട് പിന്നെ തെറ്റായ പോക്കാണെന്ന് പറയുന്നവരുണ്ട്. പക്ഷേ ആർക്കും തുറന്നു പറയാൻ ധൈര്യമില്ല. അതാണ് CPM-ലെ ഒരു പ്രത്യേകത. ഇപ്പോൾ പിണറായി വിജയനെ കഴിഞ്ഞൊരു നേതാവ് CPM-ലില്ല. പക്ഷെ അതിൻ്റെ അവസാന വാക്ക് പിണറായി. അല്ല, അതിൽ നിന്നൊരു മാറ്റം വന്നോ എന്നൊരു സംശയം. അതായിരിക്കുമോ പിണറായി വിജയൻ മാറി നിൽക്കുന്ന എല്ലാത്തിനും? ഇല്ല, അദ്ദേഹം പിന്നെ അങ്ങനെ മാറി നിൽക്കുന്ന ഒരാളല്ല. അദ്ദേഹത്തിൻ്റെ ഇപ്പം ഇപ്പം ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കാനോ എന്തെങ്കിലും USA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാത്രമായിരിക്കും എന്നാണ് ഞാൻ നിശ്ചയിക്കുന്നത്. കാരണം അദ്ദേഹം സജീവമായിട്ട് വരികയും അടുത്ത ഇലക്ഷനിൽ സജീവമായിട്ട് തന്നെ ക്യാപ്റ്റനായി ഇടതുമുന്നണിയെ നയിക്കും. കാരണം വേറൊരു ക്യാപ്റ്റൻ ഇല്ല ഇപ്പോൾ അവിടെ. ഇനി ഒരു ക്യാപ്റ്റനെ ഇപ്പോൾ കൊണ്ടുവന്നാൽ ഒരുപക്ഷെ അമ്പേ പരാജയത്തിലേക്കായിരിക്കും CPM പോവുക. അതുകൊണ്ട് CPM-ൽ നിന്ന് ഒരു മാറ്റം അങ്ങനെ വരാൻ വഴിയില്ല.
പക്ഷേ തീർച്ചയായിട്ടും അവിടെ ഒരുപാട് ഊഹാപോഹങ്ങൾ താങ്കൾ പറഞ്ഞ പോലെ നിലനിൽപ്പുണ്ട്. അത് അടുത്ത ഇലക്ഷൻ കഴിയുമ്പോഴേ നമുക്കതിൻ്റെ പുതിയ നീക്കങ്ങൾ പറയാൻ പറ്റുള്ളൂ. എന്തായാലും ഇപ്പോൾ അദ്ദേഹം പിന്മാറുന്ന ഒരു ഘട്ടത്തിലേക്ക് ഒരിക്കലും എത്തിയിട്ടില്ല. ഏത് ജ്യോത്സ്യം പറഞ്ഞാലും അതിൽ നിന്ന് വിട്ടുപോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും നമ്മുടെ ചർച്ചയുടെ അവസാനത്തേക്ക് കടക്കുമ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഒരു ശൂന്യത വല്ലാണ്ട് കേരളം അനുഭവിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമ്മളൊക്കെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോഴും അല്ലേ, അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരു ശൂന്യത എന്ന് പറയുന്നത് എല്ലാവർക്കും അതൊരു ശൂന്യതയായിട്ട് തന്നെ. മുഖ്യമന്ത്രി എന്ന് പറയുമ്പം ആ ഒരു സ്ഥാനം വലിയ ഒരു സ്ഥാനം തന്നെയാണ്, എന്തൊക്കെ തന്നെ പറഞ്ഞാലും. അപ്പം ആരോഗ്യവാനായിട്ട് തന്നെ ഇരിക്കട്ടെ അല്ലേ, തിരിച്ച് അത്തരത്തിലുള്ള എന്തെങ്കിലും വിഷയങ്ങളാണെങ്കിൽ അങ്ങനെ വരട്ടെ. മാത്രമല്ല മറ്റെന്തെങ്കിലും പ്രതിസന്ധി ഘട്ടങ്ങളാണെങ്കിൽ ഒരു പക്ഷേ ഇരട്ടച്ചങ്കൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന് അതിനെയൊക്കെ കവർന്ന് അല്ലേ, അതിനെയൊക്കെ മറികടന്ന് മുൻപോട്ട് പോകാൻ തന്നെ സാധിക്കും. ഭയങ്കരമായ മാനസിക ശക്തിയുള്ള ഒരാളാണ്. അതുകൊണ്ട് അദ്ദേഹം പ്രതിസന്ധികളെ വളരെ ശക്തമായി അതിജീവിക്കുന്ന ആളുമുണ്ട്. അതുകൊണ്ട് താങ്കൾ പറഞ്ഞ പോലെ അദ്ദേഹം അതിശക്തമായിട്ട് തന്നെ നിൽക്കും. അടുത്ത ഇലക്ഷനിൽ അദ്ദേഹമായിരിക്കും ക്യാപ്റ്റൻ എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം.